ഏവർക്കും നമസ്കാരം. നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത്. പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി വീഡിയോ ആണ്. സാധാരണ ചിലരൊന്നും ഇങ്ങനത്തെ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ വെറൈറ്റി വീഡിയോയുടെ കാര്യം ഒരു കാര്യം കൂടെ പറയട്ടെ. നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് നമ്മുടെ വീഡിയോ ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ കമന്റ് ചെയ്യാനും മറക്കരുത് ഒന്നുകൂടി പറയുകയാണ്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ എന്താ ഞാൻ കമന്റിന്റെ ലൈക്കിന്റെയും കാര്യം പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കമന്റും ലൈക്കും ഒക്കെ കുറവായതുകൊണ്ട് ചെറിയൊരു റീച്ച് പ്രോബ്ലം ഒക്കെ നമ്മുടെ ചാനലിലുണ്ട്. അപ്പൊ അമ്മ കുറെ കഷ്ടപ്പെട്ട് വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും വലിയൊരു റീച്ചിലേക്ക് അല്ലെങ്കിൽ പോകാത്തതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമന്റും ലൈക്കും ഒക്കെ കുറവാകുന്നതുകൊണ്ടാണ്. അപ്പൊ ദയവ് ഇത് അമ്മയെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ, ഒപ്പം നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അമ്മയ്ക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഒന്നും പറയാനായിട്ട് അറിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, അമ്മയ്ക്ക് സുഖമില്ലാതൊക്കെ ഇരിക്കുവാണ് കേട്ടോ. ഇപ്പൊ കുറച്ച് കുറവുണ്ട്, അതും കൂടെ പറഞ്ഞേക്കാം അല്ലെ. കുറച്ച് കുറവുണ്ട് അമ്മയ്ക്ക്, എന്നാലും മരുന്നൊക്കെ ഉണ്ട്, മരുന്ന് കഴിക്കുന്നു. പിന്നെ ചില മരുന്നൊക്കെ അമ്മ തന്നെത്താൻ ഞാനില്ലാത്തപ്പോ അങ്ങ് മാറ്റി വെക്കും. കാരണം എന്താ വെച്ചാൽ അമ്മയ്ക്കും ചില മരുന്ന് കഴിക്കുമ്പോൾ ക്ഷീണാന്ന് പറയുന്നത് അമ്മ തന്നെ ഡോക്ടറായി മാറിക്കൊണ്ട് ചില മരുന്നുകൾ എനിക്ക് വേണ്ട, ആ മരുന്ന് വേണ്ട, ഈ മരുന്ന് വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഞാൻ അറിയാതെ ചില മരുന്നൊക്കെ മാറ്റി വെക്കുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം അല്ലെ. ഓക്കെ, അമ്മ കാണിക്കാവുന്ന സാധനം നമുക്ക് മീനെ കിട്ടിയിട്ടുണ്ട്. രാവിലെ കൊണ്ടുതന്നത് ഇവൻ പോയി കഴിഞ്ഞപ്പോ കടയിൽ നിന്നൊന്നും വാങ്ങിച്ചതല്ല അല്ലെ. പുഴയെന്ന് പിടിച്ച മീനാവില്ല. അപ്പൊ ഇന്ന് കൊണ്ടുവന്നാണ് ഈ മീൻ. ഇതിന്റെ പേര് ചേറുമീൻ എന്നാണ്. ചെറുമീൻ. ചെറുമീൻ വരാലിന്റെ ഒരു ചെറുമീൻ. നിങ്ങൾ നോന്നു കാണണേ. ഇത് നിങ്ങൾ ഇതിന് എന്ത് പേരാ പറയണെന്ന് എനിക്ക് അറിയത്തില്ല. എല്ലായിടത്തും ചെറുമീൻ പറയുന്ന ചെറുമീൻ, വരാല് വേറെ. അപ്പൊ ഇത് ഫ്രിഡ്ജിൽ വെച്ചതാട്ടോ അമ്മ. കാരണം വെച്ചാൽ അമ്മയ്ക്ക് പകല് കിട്ടിയിട്ട് അമ്മ ഞാനും കൂടെ വന്നിട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം, എല്ലാരെയും കാണിക്കാം ഈ മീൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ചെറുമീൻ നമുക്ക് ഇത്രയും വലുതൊന്നും അങ്ങനെ സാധാരണ കിട്ടാറില്ല. പക്ഷെ ഭയങ്കര ഇതിലും വലിയ ചെറുമീനുണ്ട് അല്ലെ. വലിയ 5 കിലോ ഒക്കെ വെട്ടുന്ന ചെറുമീനുണ്ട്. അപ്പൊ നമ്മളിത് ചെറുമീൻ എന്ന് പറഞ്ഞു കഴിയുമ്പോഴേ എല്ലാവരും ഇതിപ്പോ കറി വെച്ചാൽ ഞങ്ങൾ 3 പേരേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ 3 പേരും കൂടെ കൂട്ടിയാ തീരത്തില്ല. അത് മാത്രമല്ല, അച്ഛനും മീനൊന്നും ഒരു മീനും വേണ്ട. ഞാനും അങ്ങനെ മീൻ കൂട്ടാറില്ല. ഇവിടെ ഇപ്പൊ മീൻ വറുത്തതും വെച്ചതും ഒക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ കഴിച്ച് ഞാൻ മടുക്കും. അതുകൊണ്ട് അപ്പൊ അമ്മ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം. ഈ മീനെ പണ്ടൊക്കെ അമ്മ അച്ചാർ ഇട്ടിട്ടുണ്ട്. സാധാരണ ചെറുമീൻ അങ്ങനെ ആൾക്കാർ കൂടുതൽ അച്ചാർ ഇടാറില്ല എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷെ അമ്മ ഇവിടെ അച്ചാർ ഇട്ടിട്ടുണ്ട്. അപ്പൊ നല്ല ടേസ്റ്റ് ആയിരുന്നു പണ്ടൊക്കെ അച്ചാർ ഇട്ടപ്പോ. അത് നമുക്ക് യൂട്യൂബ് ഒന്നും ഉള്ളപ്പോഴല്ല. അപ്പൊ അതുകൊണ്ട് ഇതിനെ ഒന്നും കൂടി അച്ചാർ ഇടാന്ന് വിചാരിച്ചിരിക്കുവാണ്. അച്ചാറാകുമ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോ കഴിച്ചാൽ മതി, അല്ലാത്തപ്പോ അവിടെ ഇരുന്നോളൂ. ഒരു കൊല്ലം വരെയൊക്കെ ഇരിക്കും. നന്നായിട്ട് അച്ചാറിട്ട് വറുത്തിട്ടൊക്കെ അച്ചാറിടുക. ഒരു കൊല്ലം വരെ ഇരിക്കും. അപ്പൊ നമുക്കിത് അച്ചാറിടാനുള്ള പ്ലാനിലാണ്. അപ്പൊ ഇത് മീൻ ഇങ്ങനെ നിങ്ങളെ അത് കാണിക്കാനാണ്. അപ്പൊ ഇത് ഫ്രീസറിൽ വെച്ചോണ്ടാണ് കേട്ടോ ഇതിങ്ങനെ കല്ല് പോലെ ഇരിക്കണം. പിന്നെ അതുമല്ല ഇപ്പൊ ചെത്താൻ നല്ല ഇതാ, ചെത്താൻ എളുപ്പം ഫ്രീസറിൽ വെക്കുന്നത്. അതൊരു ടിപ്പാണ് കേട്ടോ. ഇപ്പൊ ചേറ് മീൻ ഇങ്ങനെയുള്ള പുഴമീനൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞ് ചെത്തുന്ന മീനാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് ചെത്താൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെത്തിയെടുക്കാൻ പറ്റും അല്ലെ. ഞങ്ങൾ മൂവാറ്റുപുഴയുടെ തീരത്താണ് താമസിക്കുന്നത്. പക്ഷെ ഞങ്ങൾ മീൻ പിടിക്കാൻ പോകാറില്ല. നമ്മളിങ്ങനെ മീനൊക്കെ പിടിക്കുന്നവരോട് വാങ്ങിക്കാറുണ്ട്, വല്ലപ്പോഴും ഒക്കെ അല്ലെ വാങ്ങിക്കാറുണ്ട്. ഇപ്പൊ എന്താണെങ്കിലും വന്ന് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മീനിനേക്കാൾ ഇഷ്ടം ഇതാണ്. ഇതാവുമ്പോൾ കുറച്ച് ഫ്രഷ് ആണ്. ഒരു പ്രശ്നമില്ല. കാരണം ഇപ്പൊ ഈ അയിലയും ചാളയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ഉണ്ടല്ലോ ഒരു ദിവസമൊക്കെ കഴിച്ചാൽ കുഴപ്പമില്ല. പിറ്റേ ദിവസത്തേക്ക് ഒരു ടേസ്റ്റും ഇല്ല. വറുത്ത് കണ്ടും കൊള്ളത്തില്ല, കറി വെച്ചാലും കൊള്ളത്തില്ല. എന്തൊക്കെ മരുന്നും സാധനങ്ങളും ചേർത്താണ് വരുന്നത് നമുക്ക് അറിയാൻ പാടില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ മീനെ ചെത്തി കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ബാക്കി കാണാം അല്ലെ. അപ്പൊ നമ്മൾ ചെത്തണതും മുറിക്കണതും ഒന്നും കാണിക്കുന്നില്ല കേട്ടോ. കാരണം അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായതുകൊണ്ട് ബാക്കി പ്രോസസ്സ് മാത്രം നമ്മൾ കാണിക്കാൻ പോവാണേ. നമ്മുടെ വറുക്കാൻ നമ്മൾ അച്ചാറിനുള്ള മീൻ കഷ്ണമാക്കിയിട്ടുണ്ട്. ഏകദേശം 1 കിലോ മീനുണ്ട് ഇപ്പോൾ ഇത് കഷ്ണമാക്കിയത്. അപ്പോൾ അത് എല്ലാം ഒരേ സൈസിലാണ് നമ്മൾ കഷ്ണങ്ങളാക്കിയത്. അപ്പോൾ ആ കഷ്ണം നമ്മൾ ചട്ടിയിലോട്ടിടുക. അതിനോട് ബാക്കിയുള്ള കൂട്ടുകൾ ചേർക്കാനുള്ളത് നമ്മൾ 1 സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. അപ്പോൾ ഇത് മതി. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ഉപ്പ് നമ്മൾ കുറച്ചേ ഇപ്പോൾ ഇടുന്നുള്ളൂ. നമ്മൾ ഇനി ഇതിനകത്ത് ഉപ്പ് ചേർക്കേണ്ടതാണ്. ഇപ്പോൾ ഇത്രയും ഉപ്പ് മതി ഇതിനകത്ത് പിടിക്കാനൊക്കെ ഉണ്ട്.
അപ്പം നമുക്കൊന്ന് പെരട്ടാം ഇത്. എല്ലാത്തിലും ഉപ്പും മുളകും മഞ്ഞപ്പൊടിയും ഒക്കെ പുരണ്ടിട്ടുണ്ട്. ഇനി ഒരു 1.5 മണിക്കൂർ ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇരുന്ന് നന്നായിട്ടൊന്ന് പിടിക്കട്ടെ. ഈ മീനിലൊക്കെ ഈ ഉപ്പും മുളകും മഞ്ഞളും എല്ലാം കൂടെ ഒന്ന് പിടിച്ച് കഴിഞ്ഞിട്ട് അവിടെ നമുക്ക് വറുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതങ്ങനെ ഇരിക്കട്ടെ. 1.5 മണിക്കൂർ ഇരിക്കണം, എങ്കിലേ ഇത് പിടിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളിത് ചീനച്ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. നമ്മൾ നല്ലെണ്ണയാണ് ഈ മീൻ അച്ചാറിന് നമ്മൾ ചേർക്കാൻ പോകുന്നത്. നമ്മൾ കുറച്ച് നല്ലെണ്ണ അങ്ങോട്ട് ഒഴിക്കുക. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മൾ അതിലോട്ട് മീൻ ഇടാൻ പോവാണ്. നമ്മൾ അപ്പൊ നമ്മൾ നന്നായിട്ട് എണ്ണ ചൂടായിട്ട് വേണം ഇടാൻ, അല്ലെങ്കിൽ ഈ മീനിന്റെ അരപ്പ് നമ്മൾ മുളക് പൊടിയൊക്കെ നമ്മൾ ചേർത്ത് വെച്ചത് ആ എണ്ണയ്ക്കകത്ത് അങ്ങ് അരിത്ത് പോകും. അപ്പൊ ഈ മീനെ പിടിക്കാനൊക്കെ കൊണ്ടാണ് നമ്മൾ നന്നായിട്ട് എണ്ണ മൂക്കുമ്പോൾ നമ്മൾ ഈ കഷ്ണങ്ങൾ പറിച്ചു വരുന്നത്. അപ്പൊ നമ്മൾ ഈ മീൻ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഇളക്കരുത്. ഇളക്കി കഴിഞ്ഞാൽ അതിന്റെ അരി മുളക് പറ്റിയതൊക്കെ അങ്ങ് പോകും. നമ്മളിപ്പോ ഉപ്പേരി വറക്കുന്നു അങ്ങനെ തന്നെ, കാ വറുത്താലും ചക്ക വറുത്താലും ഒക്കെ ഒരു വശം ഒരുമാതിരി ഒന്ന് മൂപ്പായി കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് ഇളക്കുള്ളൂ. അതുപോലെ തന്നെയാണ് ഈ മീനും. നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് വേണം, ഒരു 1-2 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം നമ്മളൊന്ന് മറിച്ചു കൊടുക്കാനൊക്കെ ഉണ്ട്. ഒന്ന് മറിച്ചു കൊടുക്കുവാണ്. അപ്പൊ അതേ മീനൊന്നും പൊടിഞ്ഞില്ല, മുളകൊക്കെ നന്നായിട്ട് അതേ പരണ്ടിട്ടുണ്ട്. അതെ നമ്മുടെ മീനൊന്നും ആയിട്ടില്ല കേട്ടോ. അതേ ഇങ്ങനെ മീൻ ഇങ്ങനെ ഒരു 2-3 മിനിറ്റ് കൂടെ കിടക്കണം. ഒത്തിരി അങ്ങ് ഉണങ്ങി പാറക്കല്ല് പോരായ നമ്മുടെ അച്ചാറിനൊരു ഗുണം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഇത് ശകലം കൂടെ ഒന്ന് കഴിഞ്ഞിട്ട് നമുക്കൊരു കോരിയെടുക്കാം. അപ്പതേ നമ്മുടെ മീൻ തന്നെ മൂത്തിട്ടുണ്ട്. നമ്മൾ കോരുക. മൂപ്പെന്ന് പറഞ്ഞാൽ ഒത്തിരി അങ്ങ് വറയാവണ്ട കേട്ടോ. ഒരു കുറച്ചൊരു നമുക്കെങ്കിലും അതിന് ആ മീൻ രുചി വരുള്ളൂ. ഒരുപാട് അങ്ങ് ഉണങ്ങിപ്പോയാൽ അരിത്ത് കല്ല് പോലും അരിക്കൂല, കല്ല് പോലിരിക്കും. അപ്പൊ നമ്മൾ ഒരു മീഡിയത്തിലാണ് നമ്മളിത് കോരിയെടുക്കുന്നത്. കല്ല് പോലെ തൊട്ട് മുമ്പ് നമ്മൾ അല്ലേ? നമ്മള് ബാക്കിയും കൂടി ഇതുപോലെ തന്നെ വറുത്ത് പോരാ അല്ലേ? അപ്പൊ നമ്മളിത് നമ്മുടെ മീൻ വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പൊ അതിന് ചേർക്കാനുള്ളതാണ് ഒരു 150 ഗ്രാം വെളുത്തുള്ളി നമ്മൾ പൊളിച്ച് വലുതൊക്കെ 4ആയിട്ട് കീറി, ചെറുതൊക്കെ 2ആയിട്ട് കീറി ഞാൻ അരിഞ്ഞെടുക്കുമായിരുന്നു. ഒരു 100 ഗ്രാം ഇഞ്ചിയുണ്ട്. ഇഞ്ചി നമ്മുടെ പറമ്പിലെ ഇഞ്ചിയാണ് കേട്ടോ. അതും ഞാൻ എന്റെ കൈ കൊണ്ട് അരിഞ്ഞെടുത്തു. പിന്നെ അതുപോലെ പച്ചമുളക് നമ്മുടെ പറമ്പിലേതാണ് പച്ചമുളക്. ഇഞ്ചി ഒരു മിനിറ്റ്, ഇഞ്ചിയും വെളുത്തുള്ളിയും കൈ കൊണ്ട് അരിഞ്ഞെന്ന് പറയാൻ കാരണം ചിലര് ചതച്ചു എടുക്കാം. അതിനും കുഴപ്പമൊന്നുമില്ല, അത് പെട്ടെന്ന് മൂക്കും. അതാണ് അമ്മ കയ്യിൽ വെച്ച് അരച്ചെന്ന് പറയുമ്പോ അല്ലെങ്കിൽ ആളുകൾ അല്ലേ. പക്ഷെ പിന്നെ കുറച്ച് കറിവേപ്പിലയുണ്ട്, അത്ര സാധനങ്ങൾ നമ്മൾ. പിന്നെ കുരുമുളക് പൊടി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അത് എല്ലാവരും ചിലര് കുരുമുളക് പൊടി ചേർക്കില്ലായിരിക്കും. പക്ഷെ നമ്മൾ ശകലം കുരുമുളക് പൊടി ഇടാമെന്ന് പറഞ്ഞാൽ മീനല്ലേ, അപ്പൊ നമ്മൾ ഇച്ചിരി കുരുമുളക് പൊടി ഇടാം. ബാക്കി സാധനങ്ങളൊക്കെ പിന്നെ നമുക്ക് കാണിക്കാം. ഇത് അപ്പൊ നമുക്കൊന്ന് മൂപ്പിക്കാം അടുപ്പേ വെച്ച്. അപ്പൊ നമ്മൾ മീൻ വറുത്ത എണ്ണയാണ്, അത് എല്ലാം എടുത്തില്ല കേട്ടോ. കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. നമ്മൾ കടുക് പൊട്ടിക്കാനൊക്കെ ഒഴിച്ചേക്കുന്നത്. അപ്പൊ നമ്മുടെ കടുക് പൊട്ടിയിട്ട് നമ്മൾ ആദ്യം വെളുത്തുള്ളിയാണ് ഇടുന്നത്. വെളുത്തുള്ളിയുണ്ട്. അപ്പൊ നമ്മുടെ വെളുത്തുള്ളി ഇതേ പതുക്കെ ഒന്ന് വാടിയിട്ടുണ്ട്. അപ്പൊ നമുക്കിനി അരിഞ്ഞു വെച്ചാൽ ഇഞ്ചിയും കൂടെ അതിന്റെ കൂടെ, ഇഞ്ചിയും പച്ചമുളകും ഇട്ടോ. ഇഞ്ചി ഇട്ട് പച്ചമുളക് ഇട്ടു. കരിവേപ്പില ഇച്ചിരി മൂപ്പ് കുറഞ്ഞ കരിയാപ്പില. അപ്പൊ ഇതൊന്ന് വാടിയിട്ട് കരിയാപ്പില ഇടാം, അല്ലെ കരിയാപ്പില കരിഞ്ഞു. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നന്നായിട്ട് മൂത്തില്ലെങ്കിലുണ്ടല്ലോ കറി പെട്ടെന്ന് കേടായി പോകും. ഇത് നന്നായിട്ട് മൂക്കണം. ചിലർ ഇങ്ങനെ പാടുമ്പോ ഇടരുത്. നമ്മൾ ഈ വെളുത്തുള്ളിയുടെ കളറൊക്കെ മാറി നല്ലൊരു ചുമപ്പ് കളർ വരണം. അപ്പൊ അതേ പകുതി മൂത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി കറിവേപ്പിലയും കൂടെ ഊരിയിടാം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നന്നായിട്ട് മൂത്തിട്ടുണ്ടെങ്കിൽ നമ്മള് ഈ മുളക് പൊടി ഇടുവാണ്. പിരിയമുളകിന്റെ മുളക് പൊടിയാണ് ഇടുന്നത്. അത്രയും മതി. ഇളക്കട്ട് നമുക്ക് പതുക്കാണ്. മുളകൊക്കെ അവനവരുടെ ആവശ്യമിടാം. എരിവുള്ളത് പണിയിടാം, എരിവില്ലാത്ത പണിയിടാം. പക്ഷെ നമുക്ക് ഒത്തിരി എരിവ് വേണ്ടാത്തോണ്ട് നമ്മൾ പിരിയമുളക് മേടിച്ച് വേറെ പൊടിച്ചു വെച്ചേക്കും. 2 മുളക് പൊടി നമുക്ക് കൊണ്ടുകൂടെ ഇട്ടിട്ടുണ്ട്. ചെറിയ തവിക്ക് 2.5 തവി ഇട്ടിട്ടുണ്ട്. ഈ തവിക്ക് നമ്മള് വിനാഗിരിയാണ് ഒഴിക്കുന്നത്.
ഒന്ന് തിളക്കട്ടെ വിനാഗിരി എടുക്കണം. ഉപ്പ് നമ്മൾ ഇട്ടാണ് വറുത്തത്, എന്നാലും കുറച്ച് ഉപ്പിട്ട് ചേർക്കാം. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ചേർക്കാം. ഇനി നമ്മൾ തിളപ്പിക്കണം പതുക്കെ. ഇതിന്റെ കൂടെ ഒരു ശകലം കുരുമുളക് പൊടിയും കൂടെ നമുക്കിടാം. ഒരു 1/4 സ്പൂൺ കുരുമുളക് പൊടി ഇടുന്നുണ്ട് നമ്മള്. ഒരു സ്വല്പം ഉലുവാപ്പൊടിയും കൂടെ ഇടാം നമുക്ക്. മീനില്ലേ, അപ്പൊ നമുക്ക് ഇച്ചിരി ഉലുവാപ്പൊടി, അച്ചാറിന് അല്ലേലും ഉലുവാപ്പൊടി വേണം. അത് മതി. നമ്മളൊരു 1/2 സ്പൂൺ പിന്നെ കായപ്പൊടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കായപ്പൊടി ചേർത്താൽ മതി. കായപ്പൊടി വേണം നിർബന്ധമൊന്നുമില്ല, ചില ചേർക്കില്ല. നമ്മളൊരു ശകലം കായപ്പൊടി, ഒരു 1/2 സ്പൂൺ കായപ്പൊടിയേ ഉള്ളൂ. കായപ്പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ചേർത്തു. ഇനി നമുക്ക് ഇതിനകത്ത് ആ മീൻ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ഇട്ട് നോക്കുന്ന ഇളക്കാം. അപ്പൊ നമ്മൾ ഈ മീൻ കുറച്ച് അങ്ങോട്ട് ഇടുകയാണ്. അപ്പൊ ശകല ഉപ്പും കൂടെ വേണം. നമ്മളപ്പോ ഇച്ചിരി ഉപ്പ് ഇടുവാണ്. ലാസ്റ്റ് ആണ് ഇടുന്നത്. ഇപ്പൊ നമ്മള് 3 പ്രാവശ്യം നമ്മളിപ്പോ ഉപ്പ് ചേർക്കും. ഉപ്പ് കുറേശ്ശെ ഇടുന്നത്. 3 ടൈമിലായിട്ടാണ് നമ്മൾ ഉപ്പിട്ടത്. മീൻ വറുത്തപ്പോ ഒന്ന് ഉപ്പിട്ടു, അതിനുശേഷം നമ്മുടെ ഈ മുളക് പൊടിയും ഒക്കെ ചേർത്തപ്പോ നമ്മൾ ഉപ്പിട്ടു, പിന്നെ നമ്മൾ ലാസ്റ്റ് വിനാഗിരി ഒക്കെ ഒഴിച്ചതിന് ശേഷം ലാസ്റ്റ് നമ്മളൊന്ന് ഉപ്പിട്ടു. അപ്പൊ നമ്മൾ ഇതിപ്പോ നല്ല ഇതായിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ഇതിന്റെ ചാറൊക്കെ വേണമെങ്കിൽ നമ്മൾ ഇച്ചിരി തിളപ്പിച്ച വെള്ളം നമ്മൾ ഇതിനകത്ത് ഒഴിക്കണം. തന്നെയല്ല, മീൻ അങ്ങ് കുതിർന്ന് വരുമ്പോ നമുക്ക് ഇച്ചിരി വെള്ളത്തിന് കുറവ് വരും, നമുക്ക് കുഴമ്പ് പോലെ ഇരിക്കില്ല. അപ്പൊ അച്ചാർ എടുക്കുന്നത് ശകലം വെള്ളമയം ഒക്കെ വേണം. വെള്ളം എന്ന് പറഞ്ഞാൽ ഒത്തിരി അല്ല. ഈ ഇരിക്കുന്ന ഒരു ചാറ് എന്ന് പറഞ്ഞാൽ ഈ മീൻ അങ്ങ് വലിച്ചെടുക്കും. അമ്മയ്ക്ക് എന്താണേലും ഈ ഇതൊക്കെ ഉണ്ടാക്കിയപ്പോഴത്തേക്ക് അങ്ങ് ഇതിന്റെയൊക്കെ എരിവൊക്കെ അടിച്ചിട്ട് അങ്ങ് വയ്യാണ്ടായി. അപ്പൊ ബാക്കി അമ്മ എന്നോട് പറയുവാണ് എന്താ സംഭവം എന്ന് ചോദിച്ചാൽ, ഇതൊരു 3-4 ദിവസം ഇരുന്ന് കഴിഞ്ഞാലാണ് ഈ ഒരു അച്ചാറ് സെറ്റ് ആവത്തുള്ളൂ. കാരണം ഇപ്പൊ നമ്മളിത് കഴിച്ചാൽ നമുക്ക് അത്ര ഒരു ടേസ്റ്റ് ഒന്നും നമുക്ക് കിട്ടത്തില്ല. ഒരു 3-4 ദിവസം ഇരിക്കുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു അച്ചാറിലേക്ക് ഈ എരിവും ഈ വിനാഗിരിയൊക്കെ പിടിച്ചിട്ട് നമ്മൾ വറുത്തപ്പോ നമ്മുടെ ചുരുങ്ങിപ്പോയ മീനൊക്കെ ഒന്നും കൂടി ഒന്ന് എന്താ പറയുക, ഒന്നും കൂടി ഒന്ന് സോക്ക് ചെയ്ത രീതിയിലായി കറക്റ്റ് അച്ചാറിന്റെ ഒരു ഫോമിലേക്ക് മാറും. ഇനി മറ്റൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ അച്ചാറ് നമ്മൾ നന്നായിട്ട് തണുത്ത് റൂം ടെമ്പറേച്ചറിലായതിനു ശേഷമാണ് നമുക്ക് കുപ്പികളിൽ ഒഴിച്ചു വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒറ്റ കുപ്പിയിലേക്ക് ഇത് ഒഴിച്ചു വെക്കുന്നതിന് പകരമായിട്ട് ചെറിയ ചെറിയ കുപ്പികൾക്കകത്ത് ഒഴിച്ചു വെക്കാം. അപ്പൊ അങ്ങനെ വെക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ അച്ചാറ് കേടായി പോകാതിരിക്കും. കാരണം നമുക്ക് ഒരു കുഞ്ഞു കുപ്പി തീർന്നു കഴിയുമ്പോൾ അടുത്ത കുപ്പി എടുത്താൽ മതി എന്നുള്ളത് ഒരു കാര്യം. പിന്നെ മറ്റൊന്ന്, നിങ്ങൾക്ക് ഈ അച്ചാർ ഇരിക്കുന്തോറും ഈ മീൻ ഇതെല്ലാം വലിച്ചെടുക്കുമെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പൊ എന്താ വെച്ചാൽ ഇതിന്റെ ഒരു ഗ്രേവിയൊക്കെ അല്ലെങ്കിൽ ഇതിന്റെ ചാറൊക്കെ കുറയും. അപ്പൊ നമുക്ക് ഇച്ചിരി ചാറ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തിളപ്പിച്ച ഒരു ഇളം ചൂടുള്ള വെള്ളം ഇപ്പൊ നമുക്കൊരല്പം ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ. അപ്പൊ എന്താണെങ്കിലും അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ലാസ്റ്റിംഗ് കുറയൂന്നാണ് പറയുന്നത്, ലൈഫ് കുറയൂന്നാണ് പറയുന്നത്. നന്നായിട്ട് തിളപ്പിച്ച വെള്ളമാണ് നമ്മൾ ചേർക്കാവുള്ളൂ. മിക്കവാറും നമ്മൾ നാരങ്ങാച്ചാറിനൊക്കെ നമ്മൾ ചിലപ്പോൾ വെള്ളം ചേർക്കും, തിളപ്പിച്ച വെള്ളം ചേർക്കാറുണ്ട്. അപ്പൊ അത് അങ്ങനെ ലൈഫ് കുറയുമെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരല്പം വെള്ളവും കൂടി ചേർക്കുന്നുണ്ട് അല്ലേ. ഇത് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഒന്ന് ചൂട് ചെറുതായിട്ട് അല്ലെ, ചെറിയ ഒരു ചൂട് ഇപ്പൊ ഈ വെള്ളത്തിനുള്ളൂ. അപ്പൊ ആ ഒരു വെള്ളവും കൂടെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് നമ്മളൊന്ന് മിക്സ് ചെയ്ത് വെക്കാൻ പോവാണ്. ഇപ്പൊ നമ്മുടെ ഒരു നാരങ്ങാച്ചാറിന്റെ ഒക്കെ ആ ഒരു പരുവത്തിലേക്ക് ആയിട്ടുണ്ട്. പലരും പറയാറുണ്ട് വെള്ളം ചേർക്കരുതെന്ന്, പക്ഷെ ഞങ്ങൾ നാരങ്ങാച്ചാറിന് ഒരു തരി വെള്ളം ചേർക്കാറുണ്ട്. ക്യാരറ്റ് അച്ചാർ നമ്മൾ ചേർക്കാറുണ്ടോ? നമ്മൾ മിക്കവാറും അച്ചാറുകൾക്കൊക്കെ തരി വെള്ളം, തിളപ്പിച്ച് അരച്ച വെള്ളം ചേർക്കാറുള്ളത് കൊണ്ട് മീൻ അച്ചാർ ഇടുമ്പോൾ നമ്മൾ ചേർക്കാറുണ്ട്. അപ്പൊ നമ്മുടെ അച്ചാർ വാങ്ങി വെച്ചിട്ടുണ്ട്. വാങ്ങി വെച്ച് നമ്മൾ ചട്ടിയിലോട്ട് മാറ്റുവാണ്. നമ്മൾ ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് മാറ്റി കോരുവാന്ന് പറഞ്ഞാൽ എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ മീൻചട്ടിയാണ്. അപ്പൊ നമ്മൾ ഈ വിനാഗിരിയൊക്കെ ഒഴിച്ചപ്പോൾ അതിന്റെ പുളിയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഒരു കളർ വ്യത്യാസം വരുമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ മാറ്റി വെക്കുന്നത്. വേറെയുള്ള പാത്രത്തിലാണെങ്കിൽ ഇത് മാറ്റേണ്ട ആവശ്യമില്ല, ഇങ്ങനെ തന്നെ ഇരുന്ന് തണുത്തോളൂ. അപ്പൊ നമുക്ക് ഈ ചട്ടിയിലോട്ട് കോരി വയ്ക്കാം.
പക്ഷേ ഇത് നമ്മുടെ അച്ചാർ നാടൻ മീനാണ്, ഒരു പ്രത്യേക രുചിയുണ്ട് ഇതിന്. അപ്പോൾ ഈ അച്ചാർ നാളെയാണ് നമ്മൾ പാത്രത്തിനകത്ത് ടിന്നിനകത്തൊക്കെ ആക്കി വെക്കുന്നുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ. നിങ്ങളും ഇതുപോലെ തന്നെ അച്ചാർ ഇടണം. എൻ്റെ മീനച്ചാർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.